ഹലോ ഓൾ, എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ഇന്ത്യൻ ജിയോഗ്രഫി സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ജിയോഗ്രഫിയിലെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നൊരു സെക്ടർ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ നോക്കിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന PYQs, ഇതുവരെ ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും ഒക്കെ ഒന്ന് നോക്കി പോകാം എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ചെറിയൊരു സെഷനായിരിക്കും, അധികം ദൈർഘ്യം ഒന്നും ഉണ്ടാവത്തില്ല. ചോദ്യങ്ങളെ ഒന്ന് പരിശോധിച്ച് പോവുകയാണ് ഇവിടുത്തെ ലക്ഷ്യം. MCQ അല്ല, നമ്മുടെ PYQ ഡിസ്കഷൻ സെഷനാണ് കേട്ടോ. അപ്പം നേരെ ഡിലേ ഒന്നുമില്ലാണ്ട് ചോദ്യം ഡിസ്കഷനിലേക്ക് കിടക്കാം. ആദ്യ ചോദ്യം: വിത്ത് റെഫറൻസ് ടു ദി നാഷണൽ ഹൈവേസ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്നത് പരിശോധിക്കുക. 1, ബംഗളൂരു ആൻഡ് കട്ടക്ക് ലൈ ഓൺ ദി ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ. ബംഗളൂരുവും കട്ടക്കും ഗോൾഡൻ ക്വാഡ്രിലേറ്ററലിൻ്റെ ഭാഗമാണ്. ചണ്ഡീഗഡ് ആൻഡ് ഹൈദരാബാദ് ലൈ ഓൺ ദി നോർത്ത് സൗത്ത് കോറിഡോർ. ചണ്ഡീഗഡും ഹൈദരാബാദും നോർത്ത് സൗത്ത് കോറിഡോറിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട്. 3, വഡോദര ആൻഡ് റാഞ്ചി ലൈ ഓൺ ദി ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ. വഡോദരയും റാഞ്ചിയും ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറിൻ്റെയും ഭാഗമായിട്ട് നിലനിൽക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ 1 ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ മാത്രമാണ് ശരി ഉത്തരം. അതായത് വഡോദരയും റാഞ്ചിയും ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറിൻ്റെ ഭാഗമായി രണ്ടും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നതായിട്ട് പറയാൻ സാധിക്കില്ല. എന്നാൽ ചണ്ഡീഗഡും ഹൈദരാബാദും നോർത്ത് സൗത്ത് കോറിഡോറിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ബാംഗ്ലൂരും കട്ടക്കും ഗോൾഡൻ ക്വാഡ്രിലേറ്ററിൻ്റെ ഭാഗമായിട്ടും വരുന്നുണ്ട്. ഗോൾഡൻ ക്വാഡ്രിലേറ്ററിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ചോദിച്ചാൽ 4 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂരു, മുംബൈ, ചെന്നൈ, പിന്നെ കൊൽക്കത്ത ആൻഡ് ഡൽഹി. പക്ഷേ ബാംഗ്ലൂരും കട്ടക്കും എന്തിൽ വരുന്നുണ്ട്? ഗോൾഡൻ ക്വാഡ്രിലേറ്ററിൻ്റെ ലൈ ചെയ്യുന്നുണ്ട്, അതിൽ കിടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സെറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വേൾഡ്സ് ലോങ്ങസ്റ്റ് ഹൈവേ ടണൽ അടൽ ടണൽ ഈസ് ലൊക്കേറ്റഡ്? ലോകത്തിലെ ഏറ്റവും നീളം കൂടി ടണലായിട്ടുള്ള അടൽ ടണൽ നിലവിലുള്ളത് ഹിമാചൽ പ്രദേശിലാണോ, സിക്കിമിലാണോ, ജമ്മു ആൻഡ് കശ്മീരിലാണോ, അരുണാചൽ പ്രദേശിലാണോ എന്നാണ് ചോദ്യം. സിമ്പിൾ ചോദ്യം, സിമ്പിൾ ഉത്തരം. ഓപ്ഷൻ എ, ഹിമാചൽ പ്രദേശ്. അടൽ ടണൽ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് അല്ലേ? നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അടൽ ടണൽ കറണ്ട് അഫെയർ പെർസ്പെക്റ്റീവിൽ ഒരുപാട് പേര് ആ സമയത്ത് പഠിച്ചിട്ടുള്ളതായിരിക്കും. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഏറ്റവും ഉയരം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടണലും കൂടിയാണ് ഹിമാചൽ പ്രദേശിൽ നിലകൊള്ളുന്ന അടൽ ടണൽ. നമ്മുടെ മണാലി പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലേ ലഡാക്ക് യാത്ര പോകുന്ന ആൾക്കാരൊക്കെ അടൽ ടണലിലൂടെയൊക്കെ പാസ് ചെയ്ത് പോകും. ഒന്നുകിൽ അങ്ങോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ. അടുത്ത ചോദ്യം: ദ നാഷണൽ വാട്ടർവേ 3 originally extending from Kollam to Kottappuram was extended to which place as per National Waterways Act of 2016? 2016 ദേശീയ ജലഗതാഗത നിയമപ്രകാരം ദേശീയ ജലഗതാഗത പാതയായിട്ടുള്ള 3-ാം പാത നാഷണൽ വാട്ടർവേ 3 കൊല്ലം കോട്ടപ്പുറം വരെ ആയിരുന്നത് ഇതുവരെ എക്സ്റ്റെൻഡ് ചെയ്തു. തൃശ്ശൂരാണോ, കണ്ണൂരാണോ, കോഴിക്കോടാണോ, മലപ്പുറമാണോ എന്നാണ് ചോദ്യം. നമ്മുടെ കൊല്ലം കോട്ടപ്പുറം എന്നത് ഇതുവരെ എക്സ്റ്റെൻഡ് ചെയ്തു നമ്മൾ പറഞ്ഞു. ഞാൻ ക്ലാസ്സിൽ പഠിച്ചപ്പോഴും പറഞ്ഞതാണ്, കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കൊല്ലം കോഴിക്കോടാണ് നിലവിൽ അല്ലേ? കോഴിക്കോടാണ്. അടുത്ത ചോദ്യം: ദ നാഷണൽ വാട്ടർവേ 3 ഓഫ് ഇന്ത്യ സ്ട്രെച്ച് ബിറ്റ്വീൻ സാദിയ ടു ധൂബ്രി, കാക്കിനട പുതുച്ചേരി, കോട്ടപ്പുറം കൊല്ലം, അലഹബാദ് ഹാൽദിയ. കണ്ടോ, ഇതാണ് ഞാൻ പറയുന്നത്. ചില ചോദ്യത്തിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് കോഴിക്കോട് വന്നിട്ടില്ല, കൊല്ലം കോഴിക്കോട് വന്നിട്ടില്ല, കോട്ടപ്പുറം തന്നെയാണ് കിടക്കുന്നത്. ബട്ട് എനി ഹൗ അതെടുത്താൽ മതി, അതേ ഉള്ളൂ. ഓപ്ഷനിലേക്ക് അത് കൊടുത്താൽ മതി. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം: ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് സാദിയ ധൂബ്രിയ, അഹമ്മദാബാദ് ഹാൽദിയ, കൊല്ലം കോട്ടപ്പുറം, കാക്കിനട പുതുച്ചേരി. ഇവിടെ ചോദിച്ച സെയിം ചോദ്യം ചോദിച്ചു, തൊട്ട് മുന്നേ ചോദിച്ച സെയിം ഓപ്ഷൻസ് ആണ് എടുത്ത് തന്നേക്കുന്നത്. നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത് ഗംഗാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യ ദേശീയ ജലപാതയാണ്. അത് അലഹബാദ് മുതൽ ഹാൽദിയ വരെയായിരുന്നു ദേശീയ ജലപാത. എന്നതാണ് ദേശീയ ജലപാത 1. സാദിയ ധൂബ്രി ഇത് വരുന്നത് നമ്മുടെ ദേശീയ ജലപാത 2 കൊല്ലം കോട്ടപ്പുറം 3 കാക്കനാട് പുതുച്ചേരി വേറെയാണ്. ഓക്കെ, അടുത്ത അലഹബാദ് ഹാൽദിയ, സാദിയ ധൂബ്രി, കോട്ടപ്പുറം കൊല്ലം, കാക്കിനട പുതുച്ചേരി. ഇന്ത്യയിലെ ചില ദേശീയ ജലപാതകളാണിവ. ഇവയിൽ ദേശീയ ജലപാത 1 ഏത് എന്നാണ് ചോദ്യം. കണ്ടോ, ചോദ്യം മുഴുവൻ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. 1 ഏതെന്നാണ് ചോദ്യം. 1 ഏതാണ്? അലഹബാദ് ഹാൽദിയ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? സിമ്പിൾ ചോദ്യം. അടുത്ത ചോദ്യം: കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ഏത്? സിമ്പിൾ, ദേശീയ ജലപാത 3 NW3. ഒരു സംശയവും വേണ്ടല്ലോ. കണ്ട, ഈ NW3 എന്ന് പറയുന്ന PSC ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ്. നാഷണൽ വാട്ടർവേ 3യുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ PSC ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിർത്തത്തോലുമില്ല, പിന്നെയും അതിനെ ചോദിച്ചുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് അത് പഠിക്കാൻ. അതുകൊണ്ട് NW3നെ പറ്റിയിട്ടുള്ള വിശദാംശമൊക്കെ പഠിച്ചു വെച്ചിരുന്നത് എന്തായാലും ഒരു ചോദ്യം കിട്ടും എന്നുള്ളതാവും.
വാട്ടർ വേ ചോദിച്ചാൽ മിക്കവാറും ഒരു ചോദ്യം അതിനകത്ത് നിന്ന് കിട്ടും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ NW1-2 എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ തന്നെ ഉള്ളൂ പിന്നീട് ചോദിക്കുന്നത്. വേറെ ദേശീയ ജലപാതകൾ 111 എണ്ണവും പഠിക്കേണ്ട, നിങ്ങൾ 2-3 എണ്ണം പഠിച്ചാൽ മതി, ഒരു 5 എണ്ണം പഠിച്ചാൽ മതി. നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്ത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ 5 പേരെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത് അത്രയും മതി, അതിനകത്തുനിന്ന് ചോദിക്കൂ. അടുത്ത ചോദ്യം, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ദേശീയ ജലപാത 3. വീണ്ടും പശ്ചിമതീര കനാൽ, വെസ്റ്റ് കോസ്റ്റ് കനാൽ അല്ലേ, വെസ്റ്റ് കോസ്റ്റ് കനാൽ. അടുത്ത ചോദ്യം, ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ദേശീയ ജലപാത 3. ചോദ്യം, 1986 ഉൾനാടൻ ഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഉണ്ടായിരുന്ന പശ്ചിമതീര കനാൽ എന്നറിയപ്പെടുന്നത് വീണ്ടും അതേ ചോദ്യം, ദേശീയ ജലപാത 3 NW3. സി റെപ്പിറ്റേറ്റീവ് ക്വസ്റ്റ്യൻ. എത്രത്തോളം റെപ്പിറ്റേഷൻ വരുന്നുണ്ട് ജലപാതയിലെ ചോദ്യങ്ങളാണ്? 10 ചോദ്യം ചോദിച്ചാൽ അത് 7 ചോദ്യം NW3യുമായിട്ട് ബന്ധപ്പെടാം, 3 എണ്ണം അല്ലാതെ ചോദിക്കും. അത്രയും വെയിറ്റേജ് ഉണ്ട് അതിന്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ എന്നറിയപ്പെടുന്ന ജലപാത ഏത്? ജലപാത 3. വീണ്ടും അതേ ചോദ്യം, റിപ്പീറ്റ്, സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റിംഗ്, സെയിം ക്വസ്റ്റ്യൻ ഗെറ്റിംഗ് റിപ്പീറ്റഡ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയാം. എഗെയിൻ ദ സെയിം ക്വസ്റ്റ്യൻ, ദേശീയ ജലപാത 3. 3 മാത്രമല്ല കേട്ടോ, കേരളത്തിലൂടെ കൂടെ പോകുന്ന 5 ജലപാതകൾ കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. 3 മാത്രമല്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരള ജോഗ്രഫിക്കകത്ത് ഡിസ്കസ് ചെയ്യും, അതുകൊണ്ടാണ് ഞാനിവിടെ ഡീറ്റെയിലായിട്ട് പോകാത്തത്. ഇന്ത്യയിൽ 6 വരിപ്പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത ആണോ? അല്ല. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ആണോ? അതെ. ഡൽഹി, അഹമ്മദാബാദ്. ബാക്കിയുള്ള നോക്കണ്ടല്ലോ. അപ്പോൾ ഉത്തരം ഏതാ? ഓപ്ഷൻ ബി. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ 4 മെട്രോപൊളിറ്റൻ നഗരങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള സൂപ്പർ ഹൈവേ പദ്ധതിയുടെ പേരാണ് സുവർണ ചതുഷ്കോണം. സുവർണ ചതുഷ്കോണം, ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ ഹൈവേ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. സെറ്റല്ലേ? ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, താഴെ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നതെന്നാണ്? ഹാൽദിയ അലഹബാദ് ആണോ? കോട്ടപ്പുറം കൊല്ലമാണോ? സാദിയ ധൂബ്രി ആണോ? കാക്കിനട രാജമുന്ദ്രി ആണോ? ഏതാണ്? സാദിയ ധൂബ്രി അല്ലേ, സാദിയ ധൂബ്രി. ഓപ്ഷൻ സി ആണ്. ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മപുത്ര. ഏത് നദിയാണ്? ബ്രഹ്മപുത്ര. സാദിയ അലഹബാദ് നമ്മൾ പറഞ്ഞതാണ്, ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. സെറ്റ്. അടുത്ത ചോദ്യം കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. യെസ്. അപ്പോൾ എന്താ പറയുക, ട്രാൻസ്പോർട്ടേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് റീസെൻ്റ്ലി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം കൂടി എടുത്തപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരുപാടൊന്നും ഡിഗ്രി ലെവൽ ചോദ്യങ്ങളിൽ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അതിന് ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. റീസെൻ്റായിട്ട് നടന്ന പരീക്ഷകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇത്രയുമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ള വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു PYQ ഡിസ്കഷനിൽ പറഞ്ഞ ചോദ്യങ്ങൾ സിമ്പിളാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കണ്ട ഏരിയ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് വ്യക്തമായിട്ടുണ്ടാകും. റീസെൻ്റ്ലി ചോദിച്ച ചോദ്യങ്ങളിൽ പോലും ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടു വന്നിരിക്കുന്ന ചോദ്യമെന്ന് പറയുന്നത് ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട്, പർട്ടിക്കുലർലി ദേശീയ ജലപാത 3മായി ബന്ധപ്പെട്ട് കൊല്ലം കോട്ടപ്പുറം, അത് കൊല്ലത്തുനിന്ന് കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്ത സാഹചര്യം ഉൾപ്പെടെയുള്ളത് ചോദ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മറ്റു ചോദ്യത്തിൽ കൊല്ലം കോട്ടപ്പുറം എന്ന ഓപ്ഷൻ തന്നെ ആവർത്തിക്കപ്പെട്ടു വരുന്ന സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഓപ്ഷനുകളെ പരിഗണിച്ചുകൊണ്ട് ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. കൊല്ലം കോട്ടപ്പുറമെന്നും കൊല്ലം കോഴിക്കോടെന്ന് പറഞ്ഞിട്ടും ഒരു ഓപ്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കൊല്ലം കോഴിക്കോടെന്ന ഓപ്ഷൻ തന്നെ കറുപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൊല്ലം കോട്ടപ്പുറം എന്നത് മാറിയിട്ടുണ്ട് എന്നത് PSC തന്നെ ഒരു ചോദ്യത്തിലൂടെ അംഗീകരിച്ച കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് തന്നെ വെച്ച് ക്ലെയിം ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊന്നും കൺഫ്യൂഷൻ വരുത്തേണ്ട കാര്യം ഇല്ല. 2 ഉത്തരങ്ങളും PSC ശരിയായിട്ട് എടുക്കുന്നുണ്ടല്ലോ. ഡിപ്പെൻസ് ഓൺ ദി ഓപ്ഷൻ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓപ്ഷനിൽ എന്താ കിടക്കുന്നത്? കൊല്ലം കോഴിക്കോട് ഇല്ല, കൊല്ലം കോട്ടപ്പുറമേ ഉള്ളൂ എങ്കിൽ വേറെ ഒന്നുമില്ല. നമുക്ക് വി ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻസ് ലെഫ്റ്റ് ടു ചൂസ്. കൊല്ലം കോട്ടപ്പുറം തന്നെ കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക, വേറൊന്നും നമുക്ക് പറയാനില്ല. അത്രേ ഉള്ളൂ. ഓക്കെ. സോ ദാറ്റ് ബീങ് സെഡ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിനകത്തുനിന്ന് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. റോഡ് നെറ്റ്വർക്കുകളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. റോഡിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട്, സാഗർമാല, പർവ്വതമാല പോലുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഉഡാൻ സ്കീമുമായി ബന്ധപ്പെട്ട്, എയർവേസുമായി ബന്ധപ്പെട്ട്, ഉഡാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് പണ്ടത്തെ ചോദ്യപേപ്പറുകളിൽ. ഉഡാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. മാത്രമല്ല വന്നിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ വരാനിരിക്കുന്ന ചോദ്യപേപ്പറുകളിൽ ഒരു വലിയ സാന്നിധ്യമാകാൻ സാധ്യതയുള്ളൊരു പ്രധാനപ്പെട്ട കേരളത്തിൽ നിന്ന് തന്നെയുള്ളൊരു ഗതാഗത എന്താ പറയുക, ഒരു വികസന പ്രവർത്തനമുണ്ട്. നമ്മുടെ വിഴിഞ്ഞം തുറമുഖം, നമ്മൾ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട
വസ്തുതകൾ പഠിച്ചപ്പോൾ ഷിപ്പിംഗ്, കോസ്റ്റൽ ഷിപ്പിംഗ്, തീരദേശ ഷിപ്പിംഗ് ഗതാഗത മാധ്യമവുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ അതിനകത്ത് വിഴിഞ്ഞം തുറമുഖം എന്ന തുറമുഖത്തിനുമായി ബന്ധപ്പെട്ട് വരുന്ന വസ്തുതകളൊന്നും അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുക. ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നാച്ചുറലായിട്ടുള്ള ആഴം കൂടുതൽ കാണപ്പെടുന്ന ഒരു തുറമുഖമാണെന്ന് പഠിച്ചിട്ടുണ്ട്. അദാനി പോർട്സാണ് നിർമ്മാണ ചുമതല വഹിക്കുന്നതെന്നും ഓപ്പറേഷൻ ചുമതല വഹിക്കുന്നതെന്നും നമ്മൾ പഠിച്ചു. എവർഗിവൺ എന്ന കമ്പനി, എവർഗിവൺ അല്ലല്ലോ, സെൻ ഫെർണാഡോ എന്ന് പറയുന്ന കപ്പൽ വന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരുപാട് വസ്തുതകൾ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചു. ആദ്യമായിട്ട് ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത IIT മദ്രാസ് വികസിപ്പിച്ചെടുത്ത ഒരു ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്നൊരു തുറമുഖമാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നതുമാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും മറക്കാതെ നിങ്ങൾ പഠിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. സോ ദാറ്റ് ബീങ് സെഡ്, നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ചോദ്യങ്ങളിൽ ചില അപര്യാപ്തതയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കണ്ടന്റുകൾ കൂടി നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചേക്കണം എന്ന് പറഞ്ഞതാണ് കേട്ടോ. മറ്റ് ഇത്തരം കണ്ടന്റുകൾ കൂടെ ഒന്ന് നോക്കിയേക്കണമെന്ന് പറഞ്ഞതാണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും വളരെ വലുതാണ്. സോ ദാറ്റ് ബീങ് സെഡ്, നമ്മൾ ഇന്നത്തെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു കണ്ടന്റുമായിട്ട് കാണാം. അതുവരെ ഇവർക്ക് നമസ്കാരം. താങ്ക് യു.